അനുമോദ് ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയാനുള്ളത്, ഈ പോക്ക് പോയാൽ UDF അവകാശപ്പെടുന്ന ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധ്യതയില്ല. ഒരുപക്ഷെ 5000-ൽ താഴെ എത്തിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണോ? തീർച്ചയായും UDFന്റെ ലീഡ് ഒരിക്കലും ഇനി 6000-ന്റെ മുകളിലേക്ക് പോകില്ല. UDFന്റെ ലീഡ് 5000-ന് താഴേക്ക് വരാൻ തന്നെയാണ് സാധ്യത. ഇനി എണ്ണാനുള്ള ചുങ്കത്തറയിലും നഗരസഭയിലും കരുളായിലും അമരമ്പലത്തും ഒന്നും UDFന് നേരത്തെ പ്രതീക്ഷിച്ച പോലെ വഴിക്കടവോ മൂത്തേടമോ എടക്കരയോ പോലെ പ്രതീക്ഷിക്കുന്ന ഇടങ്ങളല്ല. അവിടെയൊക്കെ ഒപ്പത്തിനൊപ്പം മാത്രം അല്ലെങ്കിൽ നേരിയ ഭൂരിപക്ഷം മാത്രമാണ് UDF പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ UDFന്റെ ലീഡ് 5000-ൽ താഴെ തന്നെ ഈ ട്രെൻഡിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, അൻവർ ഇതുപോലെ വോട്ട് നേടുന്നുണ്ടെങ്കിൽ UDFന്റെ ലീഡ് 5000-ൽ താഴെ മാത്രമേ എത്തൂ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. അൻവർ നേടുന്ന വോട്ടുകൾ അമരമ്പലത്തും കരുളായിലും വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെയും LDFന്റെ വോട്ട് ബാങ്കിൽ അൻവർ വിള്ളൽ വീഴ്ത്തുകയാണെങ്കിൽ ഒരുപക്ഷെ UDFന്റെ ലീഡ് അല്പം കൂടി ഉയരാനുള്ള സാധ്യതയുണ്ട്. എന്താണെങ്കിലും ഏറ്റവും പ്രധാനം നഗരസഭയിലും ചുങ്കത്തറയും നഗരസഭയും കഴിയുമ്പോൾ, അതായത് അനുമോദ് ഈ 13, 14, 15 റൗണ്ടുകൾ, അതാണ് ഈ പ്രധാനമായും ഈ നിലമ്പൂർ നഗരസഭയുമായി ബന്ധപ്പെട്ട 48ഓളം ബൂത്തുകൾ. അവിടെ കഴിഞ്ഞ തവണ LDF നേടിയ ലീഡ് 1513 ആണ്. 1513 അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്ക് ഒരു ലീഡ് നേടിയാലാണ് ഈ അനുമോദ് പറഞ്ഞ കണക്കനുസരിച്ച് 3000-ലേക്ക് UDFന്റെ ലീഡ് താഴുക. അപ്പൊ അതുവരെ ഒന്ന് കാത്തിരിക്കണം. തീർച്ചയായും നഗരസഭ കഴിയുമ്പോൾ UDFന്റെ ലീഡ് 4000-ൽ താഴെയോ 3000-ലോ ആണെങ്കിൽ LDFന് വീണ്ടും പ്രതീക്ഷിക്കാം. പക്ഷെ 5000-ന് മുകളിലാണെങ്കിൽ LDFന് പ്രതീക്ഷിക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയാം. നഗരസഭയിൽ ഒരു മേധാവിത്വമാണ് UDF പലപ്പോഴും അവകാശപ്പെട്ടിരിക്കുന്നത്. ആ നഗരസഭ ഭരിക്കുന്ന LDF ആണ്. അവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട്, അത് പ്രതിഫലിക്കുമെന്ന് പറയുന്നു. അപ്പോൾ അതെന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ ആ നഗരസഭയുടെ എണ്ണിൽ കഴിയുമ്പോൾ ഏതാണ്ട് ചിത്രം വ്യക്തമാകും വളരെ ക്ലിയറായി. തീർച്ചയായും നഗരസഭയിലെ കാര്യങ്ങൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതുവരെ ഉണ്ടായിരുന്നത് പോലെയല്ല നഗരസഭയിലെ ഇപ്പോഴത്തെ ഘടന. മുൻപ് UDFൽ ഭിന്നതയുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നഗരസഭയിൽ UDF ഒന്നിച്ചിട്ടാണ് നേരിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ UDFന്റെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തുക അത്ര എളുപ്പമല്ല. മാത്രമല്ല നഗരസഭ ഭരിക്കുന്നത് LDF ആയതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരം, അവിടെ പ്രാദേശികമായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ, അതൊക്കെ തന്നെ ഒരുപക്ഷെ നഗരസഭയിൽ ലീഡ് നേടുന്നതിന് LDFന് അല്പം തടസ്സമാകുമെന്ന് വേണം കരുതുവാൻ. അതായത് LDFന്റെ സാധ്യതകൾ ഇനി നഗരസഭയിൽ വലിയ തോതിൽ 11ാം റൗണ്ടിന്റെയും ഫലം വന്നിട്ടുണ്ട്. ഷൗക്കത്ത് 4316 വോട്ടുകളാണ് നേടിയിരിക്കുന്നത്. സ്വരാജ് 3387. അതായത് 11ാം റൗണ്ടിലും ഷൗക്കത്ത് ലീഡ് ചെയ്യുകയാണ്. നമുക്കിതിന്റെ എത്ര ഭൂരിപക്ഷം എന്നതിലേക്ക് പെട്ടെന്ന് തിരിച്ചെത്താം. അനുമോദ ഒറ്റ കാര്യം കൂടി, അതായത് ഈ അമരമ്പലമാണല്ലോ ഏറ്റവും അവസാനം എണ്ണുന്ന 35 ബൂത്തുകളുള്ള, ഈ നേരത്തെ പറഞ്ഞ പോലെ പോത്തുകല്ല് വഴിക്കടവ് കഴിഞ്ഞാൽ വലിയ ഒരു ബൂത്ത്. അവിടെ 1500ഓളം വോട്ടുകൾക്ക് കഴിഞ്ഞ തവണ LDF ലീഡ് ചെയ്ത സ്ഥലമാണ്. അവിടെയും അതിലും വലിയൊരു ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ടോ അവർ? അമരമ്പലത്ത് പരമാവധി പ്രതീക്ഷിക്കുന്നത് 3000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം ഇപ്പോഴത്തെ അവസ്ഥയിൽ മറികടക്കാൻ കഴിയുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കാരണം ഇപ്പോൾ വരുന്ന ട്രെൻഡ് അനുസരിച്ച് എല്ലായിടത്തും, അതായത് പോത്തുകളിൽ ഒരു റൗണ്ടിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും കൃത്യമായി UDF ലീഡ് ചെയ്യുന്നതുകൊണ്ട് UDFന്റെ ഈ ലീഡിനെ അമരമ്പലവും കരുളായും കൊണ്ട് മറികടക്കാൻ കഴിയുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. നിലവിൽ UDFന് അനുകൂലമായ ഒരു ട്രെൻഡിൽ തന്നെയാണ് കൗണ്ടിംഗ് മുന്നോട്ട് പോകുന്നത്. ശരി, കണക്കുകൾ ശേഖരിക്കുക അനുമോദ. സഹിത്ത് അതാണ് ഈ ഇപ്പോൾ അവസാനം അനുമോദ് പറഞ്ഞ 12ാമത്തെ റൗണ്ടിന്റെ കണക്കാണെന്ന് തോന്നുന്നു. അവിടെയും ഒരു 1000-നടുത്ത് ലീഡ്